ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നടൻ ജയറാമിനെ സാക്ഷിയായി ഉൾപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കേസുമായി ബന്ധപ്പെട്ട പ്രധാന സാക്ഷികളിൽ ഒരാളായി ജയറാമിനെ കാണേണ്ടതുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തിയിട്ടുണ്ട്. ഇതിനായി അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാനുള്ള സമയം മുൻകൂട്ടി അറിയിക്കണമെന്ന നിർദ്ദേശം SIT നൽകിയിട്ടുണ്ട്. നേരത്തെയും ജയറാമിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ നേടിയിരുന്നെങ്കിലും ഇപ്പോൾ കൂടുതൽ വിശദമായ മൊഴികൾക്കും സ്ഥിരീകരണങ്ങൾക്കും ആവശ്യമുണ്ടെന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം കൂടുതൽ സാക്ഷികളെ കണ്ടെത്തുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നുവെന്നാണ് വിവരം. കേസിന് വഴിവെച്ച പ്രധാന സംഭവ വികാസങ്ങളിൽ ഒന്ന് സ്വർണം പൂശിയ സ്വർണ്ണപ്പാളികൾ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവന്നെന്ന വിവരം മാധ്യമപ്രവർത്തകർ പുറത്തുവിട്ടതായിരുന്നു. ഇത് അന്വേഷണം പുതിയ ദിശയിലേക്ക് നീങ്ങാൻ കാരണമായിരുന്നു. ഈ സ്വർണ്ണപ്പാളികളുടെ യാത്രയും അവയുടെ ഉപയോഗവും സംബന്ധിച്ച കൂടുതൽ വ്യക്തതയ്ക്കായി ജയറാമിന്റെ മൊഴി അന്വേഷണ സംഘത്തിന് നിർണായകമാകാനാണ് വിലയിരുത്തൽ. കേസിന്റെ പശ്ചാത്തലത്തിലുള്ള മറ്റൊരു ഘട്ടം ശബരിമലയുമായി ബന്ധപ്പെട്ട കട്ടളപ്പാളി നിർമ്മാണമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് മറ്റൊരു കട്ടളപ്പാളി കൂടി സ്പോൺസർ ചെയ്തുവെന്ന വിവരം പുറത്തു വന്നിരുന്നു. ഈ കട്ടളപ്പാളിയുടെ പൂജാ ചടങ്ങുകളിലാണ് നടൻ ജയറാമും ഗായകൻ വീരമണിയും പങ്കെടുത്തത്. ഇടയ്ക്കിടെ ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഭക്തജനങ്ങൾ സ്പോൺസർഷിപ്പ് നൽകാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചടങ്ങ് നടത്തിയതെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ഇതിന്റെ നിർമ്മാണം 2019 ഏപ്രിൽ മുതൽ ജൂലൈ വരെയായിരുന്നു എന്നാണ് ലഭ്യമായ വിവരം. നിർമ്മാണം ആന്ധ്രാപ്രദേശിൽ നടത്തുകയും തുടർന്ന് അത് ചെന്നൈയിലേക്ക് കൊണ്ടുവന്ന് സ്വർണം പൂശുകയും ചെയ്തു. പൂജയും ചെന്നൈയിൽ തന്നെയാണ് നടന്നത്. ഈ ചടങ്ങുകളിൽ പങ്കെടുത്തതാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ജയറാമിനെ സാക്ഷിയായി പരിഗണിക്കാൻ കാരണമായിരിക്കുന്നത്. ഇതേ കട്ടളപ്പാളി പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്യുന്ന ബംഗളൂരുവിലെ ശ്രീരാംപുരത്തെ അയ്യപ്പ ക്ഷേത്രത്തിലും എത്തിച്ചിരുന്നു. ഈ മുഴുവൻ വിഷയവും വിവാദമായതോടെ ജയറാം തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അയ്യപ്പൻ തന്ന നിയോഗമാണെന്ന് കരുതി താൻ പൂജ ചെയ്തതാണെന്നും അതിൽ അഴിമതിയോട് ബന്ധപ്പെട്ട അറിവോ ഉദ്ദേശമോ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് തന്നെ കരുതിയില്ലെന്നും അന്വേഷണം ആവശ്യമായ ഏത് സഹകരണവും നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നടൻ ജയറാമിനെ പോലെ പ്രശസ്തരായ വ്യക്തികളുടെ പേരുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വിഷയത്തിന്റെ പ്രാധാന്യം കൂടുതൽ ഉയർന്നുവെന്നാണ് കാണുന്നത്. അന്വേഷണത്തിന്റെ പുരോഗതിയും പുതിയ വെളിപ്പെടുത്തലുകളും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്കും രാഷ്ട്രീയ സാമൂഹിക പ്രതികരണങ്ങൾക്കും കാരണമായേക്കാം.